ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. പോലീസ് കോൺസ്റ്റബിളിൻ്റെ 2018-ലും 2023-ലും നടന്ന പരീക്ഷകളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. പോലീസ് കോൺസ്റ്റബിൾ എക്സാം എഴുതുന്നവരും ASM എക്സാം എഴുതുന്നവരും ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നന്നായിട്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത. ഓപ്ഷൻ എ അന്ന ചാണ്ടി. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം. ഓപ്ഷൻ ഡി മഞ്ചേശ്വരം. വാലസമുദായ പരിഷ്കാരിണി സഭയ്ക്ക് നേതൃത്വം നൽകി രൂപീകരിച്ചത്. ഓപ്ഷൻ ബി പണ്ഡിറ്റ് KP കറുപ്പൻ. കേരളത്തിലെ ഒന്നാം മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി. ഓപ്ഷൻ ഡി C അച്യുതമേനോൻ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ. ഓപ്ഷൻ ബി സുഗതകുമാരി. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത്. ഓപ്ഷൻ എ വെങ്ങാനൂർ. പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ഡി പാലക്കാട്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. ഓപ്ഷൻ സി പുന്നമട. കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായിച്ച രാജ്യം. ഓപ്ഷൻ സി ജപ്പാൻ. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. ലോകത്തിൽ ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം. ഓപ്ഷൻ എ ഫ്രാൻസ്. ഹാർട്ട് ഓഫ് ഏഷ്യ എന്നത് ഏത് രാജ്യത്തിൻ്റെ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ടിട്ടുള്ള അയൽ രാജ്യങ്ങളുടെ സംരംഭമാണ്. ഓപ്ഷൻ ബി അഫ്ഗാനിസ്ഥാൻ. ആദ്യമായി ഇസ്രയേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓപ്ഷൻ ഡി നരേന്ദ്രമോദി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓപ്ഷൻ എ ആനമുടി. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ പിടിച്ചടക്കുവാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേരെന്ത്? ഓപ്ഷൻ എ ഓപ്പറേഷൻ വിജയ്. ഏത് നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ? ഓപ്ഷൻ ബി നർമ്മദ. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി ന്യൂഡൽഹി. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത്. ഓപ്ഷൻ ഡി ദയാറാം സാഹിനി. മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജിമ ചെയ്തത്. ഓപ്ഷൻ ബി വില്യം ജോൺസ്. ആദ്യ ജൈനമത സമ്മേളനം നടന്നത് എവിടെ? ഓപ്ഷൻ സി പാടലിപുത്രം. കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയ തുഗ്ലക്ക് ഭരണാധികാരി. ഓപ്ഷൻ ബി ഫിറോസ് ഷാ തുഗ്ലക്ക്. മുഗൾ രാജവംശം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ ബി 1526. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. ഓപ്ഷൻ സി ബഹദൂർ ഷാ II. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി. ഓപ്ഷൻ ഡി പോർച്ചുഗീസ്. പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ. ഓപ്ഷൻ സി ആത്മാറാം പാണ്ഡുരംഗ്. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന ദേശീയ സമിതി. ഓപ്ഷൻ എ ലോക്പാൽ. 2017 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര്? ഓപ്ഷൻ എ റാഫേൽ നദാൽ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2024 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നറാണ്. ഓർത്തു വയ്ക്കുക, 2024 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ സി സ്വത്തിനുള്ള അവകാശം. സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? ഓപ്ഷൻ സി ഹൈക്കോടതി ജഡ്ജി.
സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഓപ്ഷൻ ഡി ഡെറാഡൂൺ. ആരാണ് കല്ലേൽ പൊക്കുടൻ? ഓപ്ഷൻ എ പരിസ്ഥിതി സംരക്ഷകൻ. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനം ഓപ്ഷൻ ഡി വിശാഖപട്ടണം. കൊച്ചിയെയും ധനുഷ്കോടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഓപ്ഷൻ ബി NH49. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഓപ്ഷൻ സി ഷിയോനാഥ്. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ ഓപ്ഷൻ ബി അരവിന്ദ് പണഗാരി. ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഓപ്ഷൻ എ മഹാനദി. 2024 ഒളിമ്പിക്സിന് വേദിയാകുന്നത് ഓപ്ഷൻ എ പാരീസ്. ഇനി 2028 ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചൽസ് ആണ്. ഓർത്ത് വെക്കുക, 2028 ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചൽസ്. ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്നത്? ഓപ്ഷൻ ഡി 4. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം ഓപ്ഷൻ ബി പരുത്തി വ്യവസായം. പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം ഓപ്ഷൻ സി മുംബൈ. ദോക്ലാം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ബി സിക്കിം. ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് ശ്രീ വെങ്കയ്യ നായിഡു? ഓപ്ഷൻ സി 13. ശ്രീബുദ്ധൻ നിർവ്വാണം പ്രാപിച്ച സ്ഥലം ഓപ്ഷൻ ഡി കുശിനഗരം. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ എ ത്രിപുര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൻ്റെ ആപ്തവാക്യമാണ് അഹോരാത്രം ജാഗ്രത? ഓപ്ഷൻ ബി നാവികസേന. ഇന്ത്യയിലെ ആദ്യത്തെ അണുപരീക്ഷണം നടത്തിയത് ഓപ്ഷൻ എ പൊഖ്റാൻ. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം ഓപ്ഷൻ ഡി 8. ലോക കാലാവസ്ഥാ ദിനം ഓപ്ഷൻ ഡി മാർച്ച് 23. ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക വാതമാണ് ഓപ്ഷൻ ബി ലൂ. പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി ലക്ഷദ്വീപ്. റെയിൽവേ സ്റ്റേഷനുകളിൽ കുഞ്ഞുങ്ങൾക്ക് ചൂടു പാലും ഭക്ഷണവും ലഭ്യമാക്കാൻ റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ സി ജനനി സേവ. ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ ജന്മദേശം ഓപ്ഷൻ എ ഉത്തർപ്രദേശ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. ഓർത്തു വയ്ക്കുക, ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള പ്രസിഡന്റിൻ്റെ അധികാരം എന്നിവയ്ക്ക് നാം കടമപ്പെട്ടിരിക്കുന്ന ഭരണഘടന ഓപ്ഷൻ എ അയർലൻഡ്. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആര്? ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കർ. ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ അധികാരം ഉള്ളതാർക്ക്? ഓപ്ഷൻ എ ഗവർണർ. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി 8. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്വിമണ്ഡലമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ സി കർണാടക. ധനകാര്യ കമ്മീഷണറെ നിയമിക്കുന്നതാര്? ഓപ്ഷൻ ബി രാഷ്ട്രപതി. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് എ വിഭാഗത്തിന് യോജിച്ചവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ
ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത്? ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം. തേഭാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? ഓപ്ഷൻ എ ബംഗാൾ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാം? ഓപ്ഷൻ ഡി സിദ്ധു കാനു. ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? ഓപ്ഷൻ എ മൈക്കൽ ഏഞ്ചലോ. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഓപ്ഷൻ ബി രാമചന്ദ്ര ഗുഹ. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായത് തിരിച്ചറിയുക. ഓപ്ഷൻ എ ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയ ഉദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏത്? ഓപ്ഷൻ ബി നീലഗിരി. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏത്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ ഇല്ലാത്തത് കൊണ്ട് ഫൈനൽ ആൻസർ കീയിൽ ഇത് ഡിലീറ്റഡ് ആയിരുന്നു. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ചീനൂക്ക് എന്നാണ്. ഒന്നുകൂടെ പറയാം. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശിക വാദമാണ് ചീനൂക്ക്. ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ? ഓപ്ഷൻ ബി അവസാദ ശിലകൾ. ജുമ്മിങ് കൃഷിരീതി ചെയ്തുവരുന്ന മോൻപ മിഷ്മി നാഗ ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗമേത്? ഓപ്ഷൻ എ അരുണാചൽ ഹിമാലയം. ഇന്ത്യയിലെ ജോഷിമഠ് അടുത്ത കാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്. തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ യൂണിവേഴ്സൽ ഫൈബർ, പരുത്തി, സെയ്ദ്, പഴം, റാബി, ഗോതമ്പ്, ഒറൈസ സറ്റൈവ, നെല്ല്. 2023-24 ഇന്ത്യൻ ബജറ്റിൽ അമൃതകാലം എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. അതിൽ പെടാത്തത് ഇവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി വിവരാവകാശം. നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം. നീതി ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. 2015 ജാനുവരി 1 നിലവിൽ വന്നു. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തതേത്? ഓപ്ഷൻ ഡി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമുള്ളത്. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയെപ്പറ്റി പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവയാണ്. 2020 മെയ് 12 പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ GDPയുടെ 10% വരുന്ന പദ്ധതി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലം. തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ GST ബിൽ നിലവിൽ വന്നു 2017 ജൂലൈ 1. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു 1950 മാർച്ച് 15. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 ഓഗസ്റ്റ് 23. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു 1951 ഏപ്രിൽ 1. താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ ബി 1980 ജൂലൈ 12 സ്ഥാപിതമായി. നബാർഡ് സ്ഥാപിതമായത് 1982 ജൂലൈ 12 ഓർത്തു വയ്ക്കുക. നബാർഡ് സ്ഥാപിതമായത് 1982 ജൂലൈ 12. നബാർഡുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്
കാർഷിക വികസനവും ഗ്രാമീണ വികസനവും ആസ്ഥാനം മുംബൈയാണ്. ശിവരാമൻ കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏവ? ഓപ്ഷൻ സി 1, 2. നീതിന്യായ പുനഃപരിശോധന, അവശിഷ്ട അധികാരം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടുന്നവയാണ് നിയമവാഴ്ച എന്ന ആശയം, പാർലമെന്ററി സമ്പ്രദായം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരവുകളുമായി റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ബി 4. ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യയിലെ ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കും മാത്രമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരം ഉള്ളത്. ഓർത്തു വയ്ക്കുക, റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കുമാണ്. കോ വാറണ്ടോ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് എന്ത് അധികാരത്തിൽ. ഓർത്തു വയ്ക്കുക, കോ വാറണ്ടോ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് എന്തധികാരത്തിൽ. ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് 226. ഓർത്തു വയ്ക്കുക, ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ അഥവാ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് 226. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയങ്ങൾ ഏവ? ഓപ്ഷൻ എ 2. മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടുന്ന ആശയങ്ങളാണ് അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, വിഭവങ്ങളുടെ തുല്യ വിതരണം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏവ? ഓപ്ഷൻ ഡി 3. വ്യക്തികൾ നികുതി അടയ്ക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടുന്നവയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക, രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏവ? ഓപ്ഷൻ എ 3, 4. ഞാനിവിടെ വായിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടുന്നവയാണ്. ഓക്കെ, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടുന്നവയാണ്. ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിക്കാം. മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി 1, 2, 4. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരികൾക്ക് ഉദാഹരണമാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. അവശിഷ്ട അധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 1, 2, 3, 4. 1979 സ്ഥാപിതമായി കേരള ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം. ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുര. ശ്രീമതി ജയഡാളി MV ചെയർപേഴ്സൺ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ 4. 1985 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നിലവിൽ വന്നു. തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികളാണ് ആശാഭവൻ, മാനസിക രോഗം ഭേദമായവരുടെ പുനരധിവാസം ലക്ഷ്യം, മഴവില്ല് ട്രാൻസ്ജെൻഡർ സമൂഹത്തിനു വേണ്ടിയുള്ള സമഗ്ര പദ്ധതി, പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഏത്? ഓപ്ഷൻ ബി 2. വകുപ്പ് 312
രാജ്യസഭയുടെ പ്രത്യേക അധികാരം. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ബി 1, 2, 3, 4. 1996 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി പി സതീദേവിയാണ്. ജസ്റ്റിസ് ഡി ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 3. ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ സി 3. ഓബ്രെ മേനോൻ ഞാൻ നാഥുറാം സംസാരിക്കുന്നു. തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികളാണ്. ആങ്ങാൻ സൂക്കി ഭയത്തിൽ നിന്നുമുള്ള മോചനം, നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, സൽമാൻ റഷ്ദ് സാത്താൻ്റെ വചനങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 3. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏത്? ഓപ്ഷൻ ഡി ജീവകം കെ. പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗം. ഓപ്ഷൻ ബി ഓസ്റ്റിയോപൊറോസിസ്. നട്ടെല്ലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുകൾക്കിടയിലായി കാണപ്പെടുന്ന സന്ധി. ഓപ്ഷൻ ബി കീലസന്ധി. ചിക്കൻഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു. ഓപ്ഷൻ എ ആൽഫ വൈറസ്. വംശനാശം സംഭവിച്ച ഹോമിനുകളുടെയും മനുഷ്യപരിണാമത്തിൻ്റെയും ജനിതക ഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ ബി സ്വാൻഡെ പാബോ. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി. ഓപ്ഷൻ സി വിവാ കേരളം. ഒരു വസ്തുവിൻ്റെ ചലനത്തിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി നെഗറ്റീവ്. ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പലായന പ്രവേഗം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതൊക്കെയായും ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി 2 and 4 മാത്രം. ഭൂമിയുടെ മാസ്, ഭൂമിയുടെ ആരം. 3/2 അപവർത്തനാങ്കമുള്ള ഒരു കോൺവെക്സ് ലെൻസിന് വായുവിൽ 20 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുണ്ടെങ്കിൽ 4/3 അപവർത്തനാങ്കമുള്ള ജലത്തിൽ എത്ര ഫോക്കസ് ദൂരമുണ്ടാകും? ഓപ്ഷൻ ഡി 80 സെൻറ്റിമീറ്റർ. 2022 നവംബറിൽ EOS 06 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ച PSLV റോക്കറ്റ് ഏതാണ്? ഓപ്ഷൻ എ PSLV C-54. താഴെ പറയുന്നവയിൽ ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡായി പരിഗണിക്കുന്നത് ഏത്? ഓപ്ഷൻ ബി AlC3 അലൂമിനിയം ക്ലോറൈഡ്. പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത്. ഓപ്ഷൻ ബി കഞ്ഞിവെള്ളം. നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിൻ്റെ pH സ്ഥിരമായി നിൽക്കാൻ കാരണം രക്തം ഒരു ഡാഷ് ലായനിയാണ്. ഓപ്ഷൻ ഡി ബഫർ. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിൻ്റെ ജ്വലനഫലമായി ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു. പ്രസ്തുത മൂലകം ഏത്? ഓപ്ഷൻ എ ഹൈഡ്രജൻ. മലയാളത്തിൻ്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ ഏത്? ഓപ്ഷൻ സി നളചരിതം. M. മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? ഓപ്ഷൻ ഡി കേശവന്റെ വിലാപങ്ങൾ. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ഏത്? ഓപ്ഷൻ എ 1930. 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏത്? ഓപ്ഷൻ ബി ഭുവനേശ്വർ.
കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ഓപ്ഷൻ ബി ഖാദർ കമ്മിറ്റി. ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹമുള്ള ആൾ. ഓപ്ഷൻ സി ജിജ്ഞാസു. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഓപ്ഷൻ സി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ കടവടിപ്പിക്കുക. പ്രാചി എന്ന വാക്കിൻ്റെ വിപരീത പദമായി വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി പ്രതീചി. ശാരിക എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഏത്? ഓപ്ഷൻ ബി ചകോരം. ശാരിക എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങളാണ് കീരം, ശുകം, കിളി. വീട് പ്ലസ് പണി ചേർത്തെഴുതുക. ഓപ്ഷൻ ബി വീട് പണി. കേമൻ പിരിച്ചെഴുതുക. ഓപ്ഷൻ എ കേമം പ്ലസ് അൻ. കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗം എഴുതുക. ഓപ്ഷൻ സി കർത്താവ്. തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? ഓപ്ഷൻ ബി തങ്ക. സാമാന്യലിംഗ ബഹുവചന രൂപമായ അവ എന്നതിൻ്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ ബി അത്. ഇനി സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ്. ഈ വാക്യങ്ങളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ഒന്നും ശരിയല്ല. എന്താണ് സ്ത്രീധന മരണം? ഓപ്ഷൻ ബി സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനത്തിൻ്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീയുടെ മരണം സാധാരണഗതിയിൽ അല്ലാത്ത വിധത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കപ്പെടുന്നു. ഇവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി വിവാഹിതയായ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നത് IPC പ്രകാരം കുറ്റകരമാണ്. കോമളം തൻ്റെ മാല പ്രിയ സുഹൃത്തായ ജാനകിക്ക് പണയം വെച്ചതിന് ശേഷം അവരുടെ സമ്മതം കൂടാതെയും പണയപ്പണം തിരിച്ചു നൽകാതെയും പണയവസ്തു എടുത്തുകൊണ്ടുപോയി. IPC പ്രകാരം ഏത് കുറ്റമാണ് കോമളം ചെയ്തത്? ഓപ്ഷൻ ബി മോഷണം. കുറ്റകൃത്യത്തിൻ്റെ വ്യാഖ്യാനം എന്താണ്? ഓപ്ഷൻ ബി പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ശിക്ഷാർഹമായ പ്രവൃത്തി അല്ലെങ്കിൽ ഒഴിവാക്കൽ എന്നതിനെ കുറ്റകൃത്യം എന്ന് വിളിക്കുന്നു. സ്വകാര്യ വ്യക്തിയെക്കൊണ്ട് അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ആവശ്യമാണ്. ഒരു വ്യക്തി ഒരു സ്വകാര്യ വ്യക്തിയുടെ മുമ്പാകെ ജാമ്യമില്ലാ കുറ്റം ചെയ്യുക. ഒരു വ്യക്തി ഒരു സ്വകാര്യ വ്യക്തിയുടെ മുമ്പാകെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറ്റം ചെയ്യുക. കുറ്റവാളിയായി പ്രഖ്യാപിച്ച വ്യക്തി. ക്രിമിനൽ നടപടിക്രമ കോഡ് പ്രകാരം ഇൻക്വസ്റ്റ് നടത്താൻ ഏതൊക്കെ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം. ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്. ഇതിനായി സംസ്ഥാന സർക്കാരോ ജില്ലാ മജിസ്ട്രേറ്റോ പ്രത്യേകം അധികാരപ്പെടുത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. ടൈപ്പ് റൈറ്റർ വിദഗ്ധൻ്റെ അഭിപ്രായം ഇന്ത്യൻ തെളിവ് ആക്ട് 1872 പ്രകാരം സ്വീകാര്യമാണ്. ഈ നിഗമനത്തിലെത്താൻ കോടതി അംഗീകരിച്ച യുക്തി എന്ത്? ഓപ്ഷൻ ഡി ഉത്തരം എ ആൻഡ് ബി. ടൈപ്പ് റൈറ്റിംഗ് കൈയക്ഷരത്തിൻ്റെ പരിധിയിൽ വരുന്നു. ടെലിഗ്രാഫ് എന്നതിന് കീഴിൽ ടെലഫോൺ വരും. ഇന്ത്യൻ തെളിവ് ആക്ടുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം തെറ്റാണ്. കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി ക്രമസമാധാനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ പ്രാദേശിക സമൂഹത്തിൻ്റെ സഹായം തേടുന്ന പോലീസ്. കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസിൻ്റെ ചുമതലകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി റോഡുകൾ, റെയിൽവേ, പാലങ്ങൾ, സുപ്രധാന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ പൊതുസ്വത്തുക്കളും സംരക്ഷിക്കൽ. ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി സംസ്ഥാനത്തെ പോലീസിൻ്റെ പ്രവർത്തനത്തിന് പൊതുവായ നയമാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കേരള പോലീസ് ആക്ട് 2011 സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ വിഭാവനം ചെയ്യുന്നു. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ സി 1985. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 20.
IT ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ ഡി 17/10/2000. IT ആക്ടിൽ സൈബർ ടെററിസം എന്നതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? ഓപ്ഷൻ ഡി 66F. പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത് ആരെ? ഓപ്ഷൻ എ 18 വയസ്സിൽ താഴെ. പോക്സോ നിയമം അവസാനമായി ഭേദഗതി വരുത്തിയ വർഷം ഏത്? ഓപ്ഷൻ സി 2019. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെ പറയുന്നവരിൽ നൽകുന്നത് ആർക്ക്? ഓപ്ഷൻ ബി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസ്? ഓപ്ഷൻ എ 10 രൂപ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്